സോൾസൗക്യയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശീലിക്കാൻ പോകുന്നത് ചന്ദ്രഭേദി പ്രാണായാമമാണ്. എന്താണ് ചന്ദ്രഭേദി പ്രാണായാമം? ചന്ദ്രനാഡിയെ ഉണർത്തുന്നത് കൊണ്ടാണ് ചന്ദ്രഭേദി പ്രാണായാമം എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ ഇടതു നാസികയിൽ ചന്ദ്രനാഡി അഥവാ ഇടനാഡി വന്നു നിൽക്കുന്നു. അപ്പോൾ ഇടത് നാസികയിലുള്ള ശ്വസനം ഇടനാഡിയെ ഉത്തേജിപ്പിക്കുന്നു. ഇടതു നാഡിയിലുള്ള ഈ ശ്വസനം നമ്മുടെ വലതു മസ്തിഷ്കത്തെയും ഉത്തേജിപ്പിക്കുന്നു. ഈ പ്രാണായാമം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീര ഊഷ്മാവിനെ കുറയ്ക്കുന്നു. അതുപോലെ ഹൈ BP രക്തസമ്മർദ്ദമുള്ള വ്യക്തികളുടെ രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാനായിട്ട് ഇത് ഉപകരിക്കുന്നു. മനസ്സിന് ഒരു ശാന്തത നൽകുന്നു. അത്യുഷ്ണം ഉള്ള സമയങ്ങളിൽ, ഉഷ്ണകാലങ്ങളിൽ നമുക്ക് ചന്ദ്രഭേദി പ്രാണായാമം ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ ചന്ദ്രഭേദി പ്രാണായാമം പരിശീലിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി പരിശീലനത്തിലേക്ക് കടക്കാം. ഒരു ധ്യാനാസനത്തിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു കസേരയിൽ നട്ടെല്ല് നിവർത്തി ഇരിക്കുക. ഇടതുകൈ ജ്ഞാനമുദ്രയിൽ ഇടതു മുട്ടുകാലിൽ വിശ്രമിക്കാൻ അനുവദിക്കും. വലതുകൈ വിഷ്ണുമുദ്രയിൽ ചൂണ്ടുവിരലും നടുവിരലും മടക്കി വിഷ്ണുമുദ്രയിൽ പിടിക്കുക. ഇനി വലതു നാസിക വലത് കൈവിരലിലെ തള്ളവിരൽ കൊണ്ട് അമർത്തി ഇടതു നാസികയിലൂടെ ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുക. കണ്ണുകൾ അടച്ചുകൊണ്ട് സാവധാനം ഇത് ചന്ദ്രഭേദി പ്രാണായാമമാണ്. ഇത് മറ്റൊരു രീതിയിൽ കൂടിയും നമുക്ക് ചെയ്യാം. ഇടതു നാസികയിൽ ശ്വാസമെടുത്ത് വലതു നാസികയിലൂടെ വിടുക. വീണ്ടും ഇടതു നാസികയിൽ ശ്വാസമെടുത്ത് വലതു നാസികയിലൂടെ വിടുക. ഇതും ചന്ദ്രഭേദി പ്രാണായാമമാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം വലതു കൈയിലെ തള്ളവിരൽ കൊണ്ട് വലതു നാസിക അടയ്ക്കുക. എന്നിട്ട് ഇടതു നാസികയിലൂടെ ശ്വാസം എടുക്കുക. ഇടതു നാസിക അടച്ച് ഇനി വലതു നാസികയിലൂടെ ശ്വാസം പുറത്തു വിടുക. ഇത് തുടരുക. വളരെ സാവധാനം ശ്വസിക്കുകയും സാവധാനം ഉച്ഛ്വസിക്കുകയും ചെയ്യുക. ഒരു പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ അതിന് ഒരു ചക്രം എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു 30 തവണ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് രാവിലെയും വൈകിട്ടും ചെയ്യാം. ഇപ്രകാരം പരിശീലിക്കുന്നതാണ് ചന്ദ്രഭേദി പ്രാണായാമം. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ചന്ദ്രഭേദി പ്രാണായാമം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി കാണുന്നില്ല. പുതിയൊരു വിശേഷവുമായി പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.